ഗുഡ് മോർണിംഗ് ആൾ. എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ ബികോം ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഒരു ഇൻവിസിബിൾ എഞ്ചിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോണത്. ഓക്കെ, ഇൻവിസിബിൾ എഞ്ചിൻ ആ പേരിൽ തന്നെ ഉണ്ട്. എന്തായിരിക്കും ഒരു ഇൻവിസിബിൾ എഞ്ചിൻ? നമുക്ക് കാണാൻ പറ്റാത്ത ഒരു എഞ്ചിൻ എങ്ങനെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യണമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പഴയ ഒരു സ്റ്റോറിയല്ല, നമ്മളൊരു മുന്നേ ഉള്ള ഒരു 1940s എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു ഹിസ്റ്ററി ക്ലാസ് ആണോ എന്ന്. അല്ല, ഹിസ്റ്ററി ക്ലാസ് ഒന്നല്ല, ബികോമുകാരുടെ ഒരു ക്ലാസ് തന്നെയാണ്. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1940s എന്നാണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയോ 1940s നിങ്ങൾക്ക് ബിലീവ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരു റൂം സൈസിലുള്ള ഒരു സിസ്റ്റം ആയിരുന്നു. അതിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കാൻ യൂസ് ചെയ്തിരുന്നു പഞ്ച്ഡ് കാർഡ് മെമ്മറീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു. സിസ്റ്റം അത് പ്രോസസ്സ് ചെയ്യുന്നു. പ്രോസസ്സ് ചെയ്തിട്ടുള്ള റിസൾട്ട് നമുക്ക് ആർക്കും മനസ്സിലാവാത്ത ഒരു ലാംഗ്വേജിൽ, ദാറ്റ് ഈസ് ഇൻ മെഷീൻ ലാംഗ്വേജിലാണ് സിസ്റ്റം ഔട്ട്പുട്ട് തന്നിരുന്നത്, അല്ലേ? അപ്പോൾ എന്താണ്, നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് നമ്മളെന്താണ് ജെമിനൈ പോലെയുള്ള ആപ്പിനോട് പറയുന്നു, എനിക്കൊരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത് തരണം വിത്ത് മൈ ഗേൾ ഫ്രണ്ട് ഇന്ന പാരീസിലോ എവിടെയെങ്കിലുമൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു പ്ലേസിൽ വെച്ചിട്ട് എനിക്കിങ്ങനെ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ജസ്റ്റ് വേർഡ്സിലൂടെ പറയുമ്പോഴേക്കും നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുകയാണ്. പക്ഷെ അന്നത്തെ ഒരു 1940s നിങ്ങളുടെ ഒരു സ്റ്റേജ് ആലോചിച്ച് നോക്ക്. നമുക്കറിയാത്തൊരു ലാംഗ്വേജിൽ കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ജസ്റ്റ് അരിത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ മാത്രം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ സിസ്റ്റം യൂസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഭയങ്കര ഒരു ലാൻഡ്സ്കേപ്പ് ട്രാൻസ്ഫോർമേഷനാണ് നമ്മുടെ ടെക്നോളജിക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 100 ആൾക്ക് ഒരു ലെറ്റർ അയക്കണം എന്ന് വിചാരിക്കും. അതിൽ കണ്ടന്റ്, ഇപ്പോൾ ഇനോഗ്രേഷൻ ഓഫ് എ കമ്പനിയാണ്, ഒരു കമ്പനിയുടെ ഇനോഗ്രേഷൻ നടക്കുകയാണ്. അപ്പോൾ ഇനോഗ്രേഷൻ നടക്കുമ്പോൾ എനിക്ക് കുറേ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാനുണ്ട്, ഒരു 100 പീപ്പിളിനെ എനിക്ക് ഇൻവൈറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്താ ചെയ്യണത്, നമ്മൾ എന്ത് ചെയ്യും, മുന്നേ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, നമ്മളൊരു ലെറ്റർ ക്രിയേറ്റ് ചെയ്യുന്നു, എല്ലാവരുടെയും അഡ്രസ്സ് ഹലോ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന ആളുടെ പേര്, ആ ലെറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്രസ്സൊക്കെ എഴുതി എല്ലാവർക്കും കറസ്പോണ്ടിങ് അഡ്രസ്സ് നമ്മൾ തന്നെ സ്വന്തം കൈകൊണ്ട് എഴുതുന്നു. ഈ 100 ലെറ്റർ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, ഒരു ലെറ്ററൊക്കെ ഫോർവേഡ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം, നമ്മൾ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു മീറ്റിംഗ് കണ്ടെത്തണം. നമ്മളെല്ലാവരുടെ അടുത്ത് പോയി പറയുന്നത് ഇന്ന് ആരും ലീവ് ആവാൻ പാടില്ല, സ്പെഷ്യൽ പെർമിഷൻ ഉണ്ട്, സ്പെഷ്യൽ പെർമിഷൻ എടുക്കാതെ ആരും ലീവ് ആവാൻ പാടില്ല, നമ്മൾ എന്ത് ചെയ്യണം, മീറ്റിംഗ് ഉണ്ട് എന്ന്. പക്ഷേ ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് നമ്മൾ ചെയ്യണത്, നമുക്ക് വീഡിയോ കോൺഫറൻസിങ് ടൂൾസ് അവൈലബിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എവിടെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, നമുക്കൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ലെറ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, മെയിൽ മെർജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വേർഡിൽ വന്നിട്ടു. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു 100 10,000 എത്രയോ ആൾക്കാർക്കുള്ള ലെറ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ സ്വന്തം പേരിലാക്കിയിട്ട് അഡ്രസ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൂള് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെറ്ററൊക്കെ ഒരു ഒറ്റ ക്ലിക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രമാറ്റിക് ചേഞ്ചാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ 2016, നമുക്ക് കുറച്ചുകൂടി അടുത്തറിയാവുന്ന ഒരു കാലമാണെങ്കിൽ 2016 ഒക്കെ ഡീമോണിറ്റൈസേഷൻ വന്നു. നമുക്ക് 500-ൻ്റെയും 1000-ൻ്റെയൊക്കെ നോട്ടുകൾ നിരോധിച്ചു ഗവൺമെൻറ്. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമോ അറിയില്ല, 2016 നവംബർ 8 നമ്മുടെ പ്രൈം മിനിസ്റ്റർ വന്നിട്ട് ഒരു അനൗൺസ്മെൻറ്റ് നടത്തുകയാണ്. 500 and 1000-ൻ്റെയൊക്കെ നോട്ടുകൾ അല്ലെങ്കിൽ കറൻസിയൊന്നും ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നാളെ തൊട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് കറൻസി വേണം, നമുക്ക് ഡേ ടു ഡേ ലൈഫ് മുന്നോട്ട് പോകാൻ നമുക്ക് എന്ത് ചെയ്യണം, പൈസ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ബാങ്കിൻ്റെ മുന്നിലൊക്കെ ആകെ 2500 രൂപ 2500 റുപ്പി മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്. അന്ന് ബാങ്കിൽ നിന്ന് ഒരു ദിവസം നമുക്ക് റിട്രീവ് ചെയ്ത് കിട്ടുക. നമ്മൾ വലിയൊരു ക്യൂവിൽ നിൽക്കുന്നു, നമ്മൾ പൈസ മേടിക്കുന്നു, കുറേ ആൾക്കാർ തല കറങ്ങി വീഴുന്നു, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അന്ന്, അല്ലേ? അപ്പോൾ ആ ഒരു ടൈമിൽ നിന്ന് നമ്മളിപ്പോൾ എന്തായി, ആ ഒരു സംഭവത്തോട് കൂടിയിട്ടാണ് നമ്മൾ കൂടുതലും ഇങ്ങനത്തെ ഈ വാലറ്റുകളും പ്ലാസ്റ്റിക് കാർഡിലേക്ക് കറൻസിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, കറൻസിയിൽ നിന്ന് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് എന്ത് വന്നു, പ്ലാസ്റ്റിക് കാർഡ്സ്, ഡെബിറ്റ് കാർഡുകൾ, ക്രെഡിറ്റ് കാർഡുകളൊക്കെ കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഈ വാലറ്റ്സ്, ജിപേ പോലെയുള്ളത്, ഇപ്പോൾ നമ്മൾ നെറ്റ് ബാങ്കിങ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. നമുക്ക് എവിടെ ഇരുന്നിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നു, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും നമ്മുടെ കാര്യങ്ങൾ നോക്കാനും ബാലൻസ് അറിയാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നു, അല്ലേ?
പിന്നെ എന്ത് വരുന്നു, നമ്മുടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോൾ നമുക്ക് എന്താ അപ്പോളോ 11 മൂണിൽ ലാൻഡ് ചെയ്ത ആ ഒരു എന്താ പറയുക, ആ ഒരു ഡിവൈസ്, ആ ഒരു എഞ്ചിനേക്കാളും കൂടുതൽ പവർ നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പോൾ കറണ്ട് ടെക്നോളജി എന്താണ്, ഒരു ഡ്രമാസ്റ്റിക് ചേഞ്ചിൽ വന്ന് നിൽക്കുന്ന ഒരു ടൈമാണിപ്പോൾ. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ബിസിനസ്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാമെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോണത്. ഓക്കെ, നമ്മുടെ ഈ ഒരു ടെക്നോളജി ചേഞ്ച് എങ്ങനെ നമുക്ക് ബിസിനസ്സിൽ അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെൻറ്റിൽ നമുക്ക് എങ്ങനെ എക്യുപ്ഡ് ആവാം, ഈ ഒരു ടെക്നോളജി വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ജേണി നടത്താം, നമുക്ക് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് നമ്മൾ നമ്മുടെ പേപ്പറിൽ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് നമ്മൾ പഠിക്കുന്ന പേപ്പർ BCOS 183 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറിൻ്റെ ഇൻട്രൊഡക്ഷനാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് ഏതായിരുന്നു, 1940s എന്നായിരുന്നു. ഇൻ ദ സെയിം വേ 1940s ആദ്യത്തെ ഫസ്റ്റ് ജനറേഷൻ സിസ്റ്റം തൊട്ട് 6th ജനറേഷൻ വരെയാണ് നമുക്ക് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ യൂണിറ്റിൽ ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ കാണുന്നത് അതൊക്കെയാണ്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മുടെ സിസ്റ്റംസ്, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് സിസ്റ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇവല്യൂഷൻ എങ്ങനെയായിരുന്നു. ഇവിടെ നോക്കി നോക്കൂ നിങ്ങൾ, ഫസ്റ്റ് ജനറേഷൻ സിസ്റ്റമാണ്. ഇവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഫ്രം റൂം സൈസ് ടു പോക്കറ്റ് സൈസ്ഡ്. റൂം സൈസിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റത്തിന് നമ്മളിപ്പോൾ എന്താണ്, നിങ്ങളുടെ സ്വന്തം പോക്കറ്റിൽ ഈ എല്ലാ ഫങ്ഷനാലിറ്റിയും ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെ ബിസിനസ്സിൽ യൂസ് ചെയ്യാം എന്നാണ് നമ്മുടെ ഈ പേപ്പറിൽ മൊത്തം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ഇവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഇവല്യൂഷനിലെ ഫസ്റ്റ് ടു 6th ജനറേഷൻ, കറൻ്റ്ലി 2020 എബവ് ഉള്ള ഇയറിൽ എല്ലാം എന്താണ് 6th ജനറേഷൻ സിസ്റ്റംസ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ ഏതൊക്കെയായിരുന്നു, വാക്വം ട്യൂബ്സ്, റൂം സൈസ്ഡ് സിസ്റ്റംസ് ആയിരുന്നു. സെക്കൻഡ് ജനറേഷൻ ആയപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് ഡെവലപ്പ് ചെയ്തു, അപ്പോൾ സൈസ് ഒന്നും കൂടി നമുക്ക് കുറയ്ക്കാൻ പറ്റി. അതുപോലെ തേർഡ് ജനറേഷൻ ആകുമ്പോൾ IC ചിപ്പുകൾ വന്നു. 4th ജനറേഷനിൽ മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ചിപ്പ്, CPU എന്നുള്ളത് ഒരു സിംഗിൾ ചിപ്പിലോട്ട് മാറിയതാണ് 4th ജനറേഷൻ. അതുപോലെ 5th ജനറേഷൻ ആയപ്പോൾ AI ആൻഡ് പാരലൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്ക് വന്നു. അതുപോലെ അടുത്തത് 6th ജനറേഷൻ ആയപ്പോൾ നാനോ ടെക്നോളജി ഡെവലപ്പായി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ കൂടുതലും കാണുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് യൂണിറ്റ് ഒക്കെ എത്തുമ്പോൾ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ സെക്കൻഡ് ബ്ലോക്കിൽ എത്തിയപ്പോൾ എന്ത് വന്നു, നമ്മുടെ ഹാർഡ്വെയർ യൂണിറ്റുകളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇപ്പോൾ നിങ്ങൾക്കൊരു സർവേ നടത്തണം, നിങ്ങൾ എന്താ ചെയ്യുക, പണ്ട് കാലത്ത് സർവേ നടത്തുമ്പോൾ എങ്ങനെയാണ്, ക്വസ്റ്റ്യനെയറൊക്കെ പ്രിപ്പയർ ചെയ്തു, 100 എണ്ണം പ്രിൻ്റ് എടുത്തു, 100 ആൾക്ക് കൊടുത്തു, ഡാറ്റ കളക്ട് ചെയ്തു, നമ്മൾ ഓരോ ഡാറ്റ എടുത്ത് അനലൈസ് ചെയ്തു. ഇപ്പം നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. ഇപ്പം നമുക്ക് എന്തുണ്ട്, ഗൂഗിൾ സർവീസുകൾ കുറേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഗൂഗിൾ വർക്ക് സ്പേസുകൾ കുറേ ഐഡിയാസ് നമുക്ക് തരുന്നുണ്ട് അല്ലേ. അതിലൊന്നാണ് എന്ത്, ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഈ ഗൂഗിൾ ഫോം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ അനാലിസിസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിനെ നമുക്ക് എക്സലിലേക്ക് കൺവേർട്ട് ചെയ്യാം. ആ എക്സൽ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ചാർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അനാലിസിസ് ടൂളുകളൊക്കെ എന്താണ് വെരി എക്യുപ്ഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാരണം നമുക്ക് നമ്മുടെ ഫങ്ഷനാലിറ്റീസ് ഒക്കെ നമുക്ക് കുറഞ്ഞുകൊണ്ടിരുന്നു അല്ലേ. നമ്മൾ ചെയ്യുന്ന ജോബൊക്കെ ആര് ചെയ്യാൻ തുടങ്ങി, സിസ്റ്റം ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതുപോലെ സോഫ്റ്റ്വെയർസ്, ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചു, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് എന്താണെന്ന് പഠിച്ചു, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതൊക്കെ ഉണ്ടെന്ന് പഠിച്ചു. അങ്ങനെ ബിസിനസ് ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മളൊരു സെക്കൻഡ് ബ്ലോക്കിൽ അല്ലെങ്കിൽ ഇതും പഠിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് ബിസിനസ് ആപ്ലിക്കേഷൻസ്. നമ്മുടെ ഒരു സിസ്റ്റം കൊണ്ട് നമുക്ക് ബിസിനസ്സിൽ ഏതൊക്കെ, അല്ലെങ്കിൽ ബിസിനസ്സിലല്ല നമ്മുടെ കോമൺ ലൈഫിൽ വരുന്ന ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് പിന്നെ നോക്കുന്നത് അല്ലേ. ഹെൽത്ത് കെയറിൽ നമ്മൾ യൂസ് ചെയ്യുന്നു, ഹെൽത്ത് കെയർ അല്ലെങ്കിൽ പേഴ്സണൽ യൂസിൽ നമുക്ക് ഇപ്പോൾ മെയിൽ അയക്കണം, എനിക്ക് എന്തെങ്കിലും ഒരു ലെറ്റർ അയക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇപ്പോൾ മെയിൽ അയക്കുകയാണ് കൂടുതലും ചെയ്യുക, കൂടുതൽ സൗകര്യം അതാണ് അല്ലേ. എവിടെ ഇരിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ അത് കിട്ടി എന്നുള്ള ഇൻഫോർമേഷനും നമുക്ക് പറ്റും അല്ലേ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, കമ്മ്യൂണിക്കേഷൻ, ഇമെയിൽ, വീഡിയോ കോൺഫറൻസിങ്, വാട്സപ്പ് ചാറ്റുകൾ, എന്തൊക്കെ ഫെസിലിറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. അതുപോലെ ബാങ്കിങ് 24/7 നമുക്ക് എന്ത് ചെയ്യാം, ബാങ്കിങ്ങിൻ്റെ ഫങ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ ഫെസിലിറ്റീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണ് അല്ലേ. ഇനി ബിസിനസ്സിൽ അക്കൗണ്ടിങ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ്, അതിനൊക്കെ നമുക്ക് ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ സിസ്റ്റം കൊണ്ട് നമുക്ക് ഹെൽപ്പ് ആവുന്നത്. അതുപോലെ എഡ്യൂക്കേഷൻ, നിങ്ങൾ കോവിഡ് ടൈമിൽ കേട്ടിട്ടുണ്ടാവും, നമ്മളൊക്കെ എന്താണ് ഓൺലൈൻ എന്ന്
പറഞ്ഞ പ്ലാറ്റ്ഫോമിലോട്ട് സ്കൂൾ തൊട്ട് ചെറിയ ക്ലാസ്സുകാർ തൊട്ടിട്ട് ഡിഗ്രി PG വരെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ റിസർച്ച് വരെ ഇതിലോട്ട് മാറിക്കഴിഞ്ഞു. നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങി. അതോട് കൂടിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ കുറച്ചും കൂടി എന്താണ് പറയുക ഒരു ബൂം സ്റ്റേജിൽ എത്തിയത് എന്തിലാണ്, നമ്മളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ യൂസ് ചെയ്ത ടെക്നിക്കാണ്. പക്ഷേ ഇപ്പം അതൊരു മാൻഡേറ്ററി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ അടുത്തത് നമുക്ക് ഡാറ്റ. എനിക്കിപ്പോൾ ഒരു സ്കൂളിലെ ഒരു 1000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ ഞാനിപ്പോൾ 2025-26 നിൽക്കുന്നു. അപ്പോൾ കറൻ്റ്ലി അവിടെ ഉള്ള കുട്ടികളുടെ ഡാറ്റയൊക്കെ നമുക്ക് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും അല്ലേ. ഒരു 5 years മുന്നേ പഠിച്ചൊരു കുട്ടിയുടെ ഡാറ്റ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ റെക്കോർഡൊക്കെ നോക്കിയിട്ട് അവരുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് അവരുടെ ഡാറ്റയൊക്കെ ഒരു ഡാറ്റാബേസിൽ സ്റ്റോർ ആവുകയാണെങ്കിൽ നമുക്ക് അവരുടെ എന്തെങ്കിലും ഐഡിയോ റോൾ നമ്പറോ രജിസ്റ്റർ നമ്പറോ അങ്ങനെ എന്തെങ്കിലും ഡാറ്റ നമുക്ക് ഉണ്ടെങ്കിൽ അതിൽ അവരുടെ ഫുൾ ഡാറ്റ നമുക്ക് അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ആ റെക്കോർഡ് ബേസ്ഡ് ഫോം എന്ന് നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് സിസ്റ്റം ഓറിയൻറ്റഡ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സിസ്റ്റം ഓറിയൻറ്റഡ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പ്രോബ്ലംസ് വരിക, നമുക്ക് എന്ത് ചെയ്യണം, സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. നമ്മുടെ ഡാറ്റാസ് വേറൊരാൾക്ക് പോകാൻ പാടില്ല, അല്ലെങ്കിൽ പേഴ്സണൽ ഡാറ്റാസ് ഒന്നും വേറൊരാൾ ഐഡൻറ്റിഫൈ ചെയ്യാനോ അത് യൂസ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാനൊന്നും പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡാറ്റയ്ക്ക് എന്ത് കൊടുക്കണം, ഓതറൈസേഷൻ, ഒതൻറ്റിസിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി അതൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും ഇല്ലേ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഡാറ്റ ഹാൻഡ്ലിംഗ് ആൻഡ് സെക്യൂരിറ്റിയിൽ നമ്മൾ നോക്കുന്നത്. അടുത്തത് ഡിജിറ്റൽ പേയ്മെൻറ്റ് റിവല്യൂഷൻ. നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മളൊരു ഡീമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ പീരീഡിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഈ വാലറ്റിലോട്ടൊക്കെ നമ്മൾ മാറിയത് അല്ലേ. നമ്മൾ കറൻസി അല്ലെങ്കിൽ ക്യാഷ് ആയിരുന്നു ആദ്യം യൂസ് ചെയ്തിരുന്നത്. അതൊന്ന് നമ്മൾ പ്ലാസ്റ്റിക് കാർഡ്സിലോട്ട് വന്നു. ഓക്കെ, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ട്രാൻസാക്ഷൻ നടത്താൻ തുടങ്ങി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു ഡെവലപ്മെൻറ്റിൽ നമ്മൾ മൊബൈൽ പേയ്മെൻറ്റ്സ് നടത്താൻ തുടങ്ങി. GPay, ആമസോൺ പേ അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് സൂപ്പർ മണി അങ്ങനെ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ് നമ്മളിപ്പോൾ ബയോമെട്രിക് ടെക്നിക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബാങ്കിലെ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ക്യാഷ് ടു ബയോമെട്രിക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെ സംഭവിച്ചു. ഓക്കെ, അടുത്തത് നമ്മൾ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞു, മെയിൽ മെർജ് പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ വന്നു. അപ്പം നമ്മൾ വേർഡ് പ്രോസസ്സിങ്, നമുക്കൊരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൂളുകൾ നോക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഗൂഗിൾ വർക്ക് സ്പേസ് നമ്മൾ ഗൂഗിൾ ഡോക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. MS ഓഫീസിൻ്റെ സ്യൂട്ട് നമുക്ക് എന്തുണ്ട്, മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേർഡ് പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ് എഡിറ്റിംഗ് ടൂൾ അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് ടൂളുകൾ നമ്മൾ പഠിച്ചു ഇല്ലേ. അപ്പോൾ നമുക്ക് ഒരു ടൂളിനെ കുറിച്ച് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈക്രോസോഫ്റ്റിൻ്റെ വേർഡ് പ്രോസസ്സിംഗ് ആണ് നമുക്ക് ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ നമുക്കൊരു ഡോക്യുമെൻറ്റിനെ എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം, നമുക്കൊരു ടെംപ്ലേറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, മെയിൽ മെർജ് എങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡാറ്റ എങ്ങനെ സെൻഡ് ചെയ്യാം, അതിലെ എഡിറ്റിങ്ങുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, നമുക്കൊരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ പറഞ്ഞു ചാർട്ട്, നമുക്ക് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ അവരുടെ എന്തെങ്കിലും ഡിസിഷൻ മേക്കിംഗ് നടക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ആനുവൽ മീറ്റ് നടക്കുകയാണ്. അപ്പോൾ അവരുടെ കമ്പനീനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർക്കൊന്ന് എന്താ പറയുക എൻഹാൻസ് ചെയ്ത് പുറത്തേക്ക് വിടണമെങ്കിൽ അവർക്ക് എന്ത് യൂസ് ചെയ്താൽ മതി, പവർ പോയിൻറ്റ് പോലെയുള്ള ടൂൾ യൂസ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാവരുടെ മുന്നിലും അവർക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നു അല്ലേ. അപ്പോൾ നമുക്ക് പ്രസൻറ്റേഷൻ പോലെയുള്ള ടൂൾ, ഇപ്പോൾ ക്യാൻവ പോലെയുള്ള ടൂളുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് പ്രസൻറ്റേഷൻസ് ഒക്കെ. അല്ലെങ്കിൽ AI ടൂളുകൾ കുറേ ഉണ്ട്. നമ്മൾ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഉടനടി അതിനെ പ്രസൻറ്റേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എന്താണ് ഒരു പ്രസൻറ്റേഷൻ എന്നറിയണം, എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുതിയ പുതിയ ടൂളുകൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രസൻറ്റേഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ പ്രസൻറ്റേഷൻ ടൂൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിലെന്തൊക്കെയുണ്ടാവുക, സ്ലൈഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പുതിയ സ്ലൈഡ് എങ്ങനെ തീം കൊടുക്കാം, എങ്ങനെ ഡിസൈൻ മാറ്റാം, എന്നൊരു സ്ലൈഡ് ഷോ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിൽ നമ്മൾ നോക്കുന്നത്. അതിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിമീഡിയ എലമെൻറ്റ്സും കൂടി ഒരു പവർ പോയിന്റിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇല്ലേ. മൾട്ടിമീഡിയ എന്ന് പറയുമ്പോൾ ഓഡിയോ, വീഡിയോ, പിക്ചേഴ്സ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലേ. ലാസ്റ്റത്തെ ടോപ്പിക്കിൽ നമ്മൾ എന്താണ്, സ്പ്രെഡ്ഷീറ്റ് അനാലിസിസ് ആണ്. എക്സൽ കൂടുതൽ നമ്മൾ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ, പേറോൾ പ്രിപ്പറേഷൻ,
അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുക എക്സൽ, മൈക്രോസോഫ്റ്റിൻ്റെ എക്സൽ ടൂളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ടൂളാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്പ്രെഡ്ഷീറ്റ് അനാലിസിസ് പോലെയുള്ളത്. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിന് റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഉണ്ട്. ഈ ക്വിക്ക് റേഷ്യോസ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ റേഷ്യോ അനാലിസിസ് വെച്ചിട്ട് ഒരു കമ്പനി ഇപ്പം നിൽക്കുന്ന ലെവൽ എന്താണെന്നുള്ളത് നമുക്ക് അനാലിസിസ് നടത്താൻ പറ്റും. അല്ലെങ്കിൽ അവരൊരു പ്രോജക്റ്റ് പുതിയത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് അവർക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കൊണ്ടുവരാം എന്നുള്ള ഒരു കാൽക്കുലേഷൻ നമുക്ക് ആദ്യം തന്നെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എന്തെങ്കിലും ലോണുകളൊക്കെ പേ ചെയ്യണമെങ്കിൽ അതിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നറിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര ഇയറിൻ്റെ ആണ്, നിങ്ങൾ ക്വാർട്ടേർലി ആണോ ആനുവലി ആണോ ഒരു ലോൺ എടുത്തിരിക്കണമെങ്കിൽ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ എത്ര എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഫോർമുലാസും അതിൻ്റെ എക്സാമ്പിൾസൊക്കെയാണ് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നോക്കുക. ഓക്കെ, അതിൽ നമുക്ക് സ്പ്രെഡ്ഷീറ്റിൽ സെൽ എന്താണെന്ന് പഠിക്കണം. ഡിഫറെൻറ്റ് ഫോർമുലാസ് അവൈലബിൾ ആണ് അല്ലേ. ഫോർമുല ഈക്വൽ ടു A1 + B1 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഫോർമുലയായി. അതുപോലെ ഈക്വൽ ടു സം ഓഫ് A1 to B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫംഗ്ഷനായി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് അനാലിസിസ് നമ്മൾ പഠിക്കുന്നത്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഡാറ്റ ടൈപ്സ് ഏതൊക്കെ, ന്യൂമറിക് ഡാറ്റ ഉണ്ട്, ടെക്സ്റ്റ് ഡാറ്റ ഉണ്ട്, അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ടേബിളുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, കോളംസ് ആൻഡ് റോസ് എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക, വിഡ്ത്ത് കൂട്ടുക, ഹൈറ്റ് കൂട്ടുക, ഡാറ്റ എന്തൊക്കെ കൊടുക്കാൻ പറ്റും, അങ്ങനെ നമുക്ക് കറൻസി ഡാറ്റ കൊടുക്കാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് അനാലിസിസിൽ നോക്കുന്നത്. അതുപോലെ സം, വി, ലുക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിവോട്ട് ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് സെറ്റ് ഓഫ് ഡാറ്റയിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഏതെങ്കിലും ഒരു ഫിൽട്ടർ ഓപ്ഷൻ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ചെറിയ ഡാറ്റ മാത്രം എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ലുക്കപ്പ്, എച്ച് ലുക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഫിനാൻഷ്യൽ ഫങ്ഷൻസ് അവൈലബിൾ ആണ്, ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഉണ്ട്, മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് എവിടെ അവൈലബിൾ ആണ്, നമ്മുടെ എക്സലിലെ ഫങ്ഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ ഫോർമുലാസ് എന്നൊക്കെ പറഞ്ഞതിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതുപോലെയുള്ള ബാർ ഡയഗ്രാംസും ചാർട്ടുകളൊക്കെ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതിലാണ്, എക്സൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടൻസ് ആണ് നമുക്ക് ഏതിലുള്ളത്, നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ താങ്ക് യു ഓൾ.